ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ചെമ്പഴന്തിയിൽ മൂത്തപിള്ളയുടെ വിദ്യാലയത്തിൽ ഉള്ള നാണുവിൻ്റെ പഠനം പൂർത്തിയാകുന്നു. സംസ്കൃതത്തിൽ ഏകദേശം സാമാന്യമായ അറിവ് നേടി. സിദ്ധരൂപവും അമരകോശവും കണ്ഠസ്ഥമാക്കിയതുകൂടാതെ സന്ധി സമാസാദി വ്യാകരണ ഭാഗങ്ങളും ചില കാവ്യങ്ങളും പഠന വിഷയമായി. അവിടുത്തെ പഠനം പൂർത്തിയാക്കിയ തൻ്റെ ഇഷ്ടശിഷ്യനും വാത്സല്യഭാജനവുമായ നാണുവിനെ അനുഗ്രഹവചനങ്ങളോടെ മാതാപിതാക്കളുടെ സേവനത്തിനായി വിടചൊല്ലി അയച്ചു. പഠനം നിർത്തി വീട്ടിൽ വന്ന ശേഷം അമ്മാവനായ കൃഷ്ണൻ വൈദ്യനോടൊപ്പം താമസിച്ച് വൈദ്യം പഠിക്കാൻ ആരംഭിച്ചു. അഷ്ടാംഗഹൃദയം, ചികിത്സാരത്നം എന്നീ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഔഷധത്തിൻ്റെ നിർമ്മാണം, ചികിത്സാരീതി എന്നീ കാര്യങ്ങൾ അമ്മാവനിൽ നിന്ന് ഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കന്നുകാലികളെ മേയ്ക്കുകയും കൃഷിപ്പണികളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. കാളകളെ പൂട്ടി നിലം ഉഴുകുന്ന നേരത്ത് കാളകളെ തല്ലി നോവിക്കുകയില്ല. കാളകൾ പോകുന്നതിന് പിന്നാലെ കലപ്പയും പിടിച്ച് നാണുവും പോകുന്നു, അത്രമാത്രം. അദ്ദേഹം വെറ്റിലക്കൊടി നനയ്ക്കാൻ സ്വന്തമായി ഒരു കിണർ കുഴിച്ചതായും പറയപ്പെടുന്നു. ആർക്കും ഇഷ്ടക്കേടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നാണുവിൽ നിന്ന് ഉണ്ടാവുകയില്ല. സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന, ആർക്കും ഒരുവിധ ദുഃഖവും വേദനയും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന മനസ്സായിരുന്നു നാണുവിൻ്റേത്. പശുക്കളെ മേയ്ക്കുന്നത് നാണുവിന് ഇഷ്ടമുള്ള ഒരു തൊഴിലായിരുന്നു. സമപ്രായക്കാരായ കുട്ടികളോടൊത്ത് സമീപത്തുള്ള കുന്നിലേക്ക് പശുക്കളെ തെളിച്ചുകൊണ്ടു പോകും. പ്രകൃതിയിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും സസൂക്ഷ്മം നിരീക്ഷിക്കും. പൂമ്പാറ്റ മുതൽ ചിലന്തി വരെയുള്ള ചെറുജീവികളുടെ ജീവിതം വരെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ എല്ലാം മറന്ന് കീർത്തനങ്ങൾ ആലാപിക്കും. പശുക്കളെ മേയാൻ വിട്ടതിന് ശേഷം ചെറിയ മരങ്ങളുടെ ശിഖരങ്ങളിൽ കയറിയിരുന്ന് മേഘദൂതവും മാഘവും നാണു ഉരുവിട്ട് പഠിക്കുമായിരുന്നു. ഓരോ ശ്ലോകത്തിലും അടങ്ങിയിരിക്കുന്ന കാവ്യരസം ആസ്വദിച്ചു വായിക്കുകയും സാഹിത്യപരമായ തത്വങ്ങൾ വിവേചിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. വൈദ്യം പഠിക്കുന്നതിലും കൃഷികാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതിനോടൊപ്പം മേൽപ്പത്തൂരിൻ്റെ നാരായണീയവും ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയും മറ്റ് ശിവസ്തോത്രങ്ങളും കാണാപ്പാഠം പഠിക്കുവാൻ താൽപ്പര്യം കാട്ടിയിരുന്നു. ഭക്തിപ്രധാനമായ സ്തോത്രങ്ങളും കൃതികളും ഈണത്തിൽ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ കൃഷ്ണൻ വൈദ്യന് തൻ്റെ അനന്തരവനെപ്പറ്റി സന്തോഷവും അഭിമാനവും തോന്നിയിരുന്നു. ഏത് കാര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും നാണു സദാ സന്നദ്ധനായിരുന്നു. ഒരിക്കൽ പശുക്കളെ മേയ്ക്കാൻ പോയിരുന്ന അവസരത്തിൽ ഉച്ചസമയത്ത് പശുക്കളെ മേയാൻ വിട്ടതിന് ശേഷം ഭക്ഷണത്തിനായി വീട്ടിലേക്ക് വരുമ്പോൾ വഴിയരികിലുള്ള ഒരു പുലയക്കുടിലേക്ക് യാദൃച്ഛികമായി നോക്കുവാൻ ഇടയായി. ആ കുടിലിനുള്ളിൽ അടുപ്പിൽ വല്ലാതെ തീ കത്തുകയും അടുപ്പത്ത് കഞ്ഞി തിളച്ച് തൂകിപ്പോകുന്നതായും നാണുവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇത് കണ്ട ഉടനെ നാണു കുടിലിനുള്ളിൽ കയറി തീ കെടുത്തുകയും അടുപ്പിൽ നിന്ന് കഞ്ഞിക്കലം വാങ്ങിവെക്കുകയും ചെയ്തു. ഈ വിവരം കൃഷ്ണൻ വൈദ്യൻ അറിഞ്ഞപ്പോൾ കോപിക്കുകയും നാണുവിനോട് ശാസിച്ച് സംസാരിക്കുകയും ചെയ്തു. നീ ഇങ്ങനെ വൃത്തിയും ശുദ്ധിയും ആചാരവുമൊന്നും ഇല്ലാതെ നടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമാകുന്നില്ല. മേലിൽ ഇതൊന്നും ആവർത്തിക്കരുത്. ഇത്
ഇതെല്ലാം കേട്ട നാണു വിനയപൂർവ്വം അമ്മാവനോട് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ കയറി തീ കെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ പാവങ്ങൾക്ക് അന്ന് പട്ടിണിയാകുമായിരുന്നു. ഒരുപക്ഷെ ആ കുടിൽ തീ പിടിച്ച് കത്തി ചാമ്പലാകുമായിരുന്നു. ഇത് കേട്ട കൃഷ്ണൻ വൈദ്യൻ തൻ്റെ അനന്തരവൻ്റെ നന്മ നിറഞ്ഞ മനസ്സിനെ ഓർത്ത് ഉള്ളാലെ സന്തോഷിച്ചു. ഒരിക്കൽ നാണുവിന് വസൂരിദീനം പിടിപെട്ടു. രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോഴേ ആരെയും അറിയിക്കാതെ കുറേ ദൂരെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇരുന്നു. അത് കാട് പിടിച്ചു കിടന്ന ഒരു വിജനപ്രദേശമായിരുന്നു. രോഗം വന്ന് വ്രണങ്ങളെല്ലാം ഉണങ്ങി ഭേദമാകുന്നത് വരെ നാണു അവിടെ തന്നെ കഴിച്ചുകൂട്ടി. രോഗം ശരിക്ക് ഭേദമായി കുളിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിൽ ചെന്നത്. ഇത്രയും നാൾ നാണുവിനെ കാണാഞ്ഞിട്ട് വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പരിഭ്രാന്തിയിലായിരുന്നു. നാണു വരുന്നത് കണ്ട് പിതാവ് മാടനാശാൻ ഓടിച്ചെന്ന് പുത്രനെ ആശ്ലേഷിച്ചു. അപ്പോൾ നാണുവിൻ്റെ ദേഹത്ത് മസൂരി പിടിപെട്ടതിൻ്റെ പാടുകൾ കണ്ട് അമ്പരന്നു. എന്താണിത് എന്ന് ചോദിച്ചു. തനിക്ക് വസൂരിദീനം പിടിപെട്ട വിവരം നാണു പിതാവിനെ അറിയിച്ചു. നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കാട്ടിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിനക്ക് ആഹാരവും മരുന്നും ഒക്കെ ആരാണ് തന്നത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാം എനിക്ക് ഭദ്രകാളിയമ്മ തന്നു എന്നാണ് മറുപടി പറഞ്ഞത്. ഒരിക്കലും കള്ളം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത നാണുവിൻ്റെ ഈ വാക്കുകൾ കേട്ട മാടനാശാൻ ഇത് ശരി തന്നെയോ എന്നിങ്ങനെ ചിന്താധീനനായി. നമസ്കാരം.